ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കെമിസ്ട്രിയിലെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10ാം ക്ലാസ് സിലബസ് ഉള്ളവർക്കും +2 സിലബസ് ഉള്ളവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ആറ്റമാണ്. അപ്പം ഒരു എലമെൻറ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അടുത്തത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ദെൻ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. പിന്നെ പണ്ട് ഈ ഗോൾഡ്സ്റ്റൈൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് പ്രോട്ടോണുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഹൈഡ്രജൻ്റെ ഒരു കേസിൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചതായിട്ട് ഒരു റിപ്പോർട്ടുകളുണ്ട്. അത് നെറ്റിൽ അവൈലബിൾ ആണ്. ദെൻ അയാളും പ്രോട്ടോൺ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി നമ്മൾ പറയാറുള്ള പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. അടുത്തത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ ഈ ഒരു 3 പേരുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമുകൾക്കും മാറി മാറി ഇത് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെല്ലാണ്. ഓരോ ഷെല്ലിൽ അടങ്ങിയിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അത് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32. അടുത്തത് മാസ് നമ്പർ കാണാനുള്ള സമവാക്യമാണ്. മാസ് നമ്പർ A = Z+n, അഥവാ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതൊന്ന് നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണാൻ A - Z ചെയ്താൽ മതി. പ്രോട്ടോൺ കാണണമെങ്കിൽ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണണമെങ്കിൽ A - n കണ്ടാൽ മതി. നെക്സ്റ്റ് ഐസോടോപ്സ് ആണ്. അപ്പം ആറ്റങ്ങൾക്ക് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കാറുള്ളത്. ഐസോ ബാറുകൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറും ഉള്ളതിനെയാണ് നമ്മൾ ഐസോ ബാറുകൾ എന്ന് വിളിക്കാറുള്ളത്. അടുത്തത് ഐസോട്ടോൺസ്. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നതിനെ നമ്മൾ ഐസോട്ടോൺസ് എന്ന് വിളിക്കും. അടുത്തത് ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത് കളക്റ്റീവ് ടേം ഫോർ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ്. സോ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ആറ്റോമിക് തിയറി ഓഫ് ആറ്റം വാസ് ഗിവൺ ബൈ ഓപ്ഷൻ എ അവോഗാഡ്രോ, ഓപ്ഷൻ ബി ഡാൾട്ടൺ, ഓപ്ഷൻ സി ന്യൂട്ടൺ, ഓപ്ഷൻ ഡി പാസ്കൽ. ഇതിനുത്തരം ഓപ്ഷൻ ബി ഡാൾട്ടൺ ആണ്. അടുത്ത ചോദ്യം, ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇലക്ട്രോൺസ് ഡിസ്കാർഡഡ് ദ ഓപ്ഷൻ എ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ഓപ്ഷൻ ബി തോംസൺ മോഡൽ, ഓപ്ഷൻ സി ബോർ അറ്റോമിക് മോഡൽ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിനുത്തരം ഓപ്ഷൻ എ ഡാൾട്ടൺ അറ്റോമിക് തിയറിയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോണോ അറ്റോമിക് ഗ്യാസ്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നിയോൺ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഫ്ലൂറിൻ. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ മോണോ അറ്റോമിക് ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി നിയോൺ ആണ് അതിനുത്തരം. കാരണം ഓക്സിജൻ O2 ആയിട്ടാണ് നിൽക്കുന്നത്, നൈട്രജൻ N2 ആയിട്ടാണ് നിൽക്കുന്നത്, ഫ്ലൂറിൻ F2 ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നിയോൺ Ne ഒറ്റ ആറ്റമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മോണോ അറ്റോമിക് ഗ്യാസ് എന്നത് നിയോണിനെ പറയുന്നത്. അടുത്ത ചോദ്യം, ദ 3 ബേസിക് കമ്പോണൻസ് ഓഫ് ആൻ ആറ്റം ആർ. നിങ്ങൾക്ക് അറിയാമല്ലേ 3 ബേസിക് കോമ്പോണൻസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺ ആണ്. അടുത്ത ചോദ്യം, ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ എമംഗ് ദ ഫോളോയിങ് ഈസ് ഓപ്ഷൻ എ ഹൈഡ്രജൻ ആറ്റം, ഓപ്ഷൻ ബി ഇലക്ട്രോൺ, ഓപ്ഷൻ സി പ്രോട്ടോൺ, ഓപ്ഷൻ ഡി ന്യൂട്രോൺ.
അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷനിൽ ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ അഥവാ ഏറ്റവും ഭാരം കുറഞ്ഞ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. അടുത്ത ചോദ്യം, ദ പാർട്ടിക്കിൾ വിച്ച് ഹാസ് നോ ചാർജ് ഈസ്. താഴെ തന്നിരിക്കുന്ന പാർട്ടിക്കിളിൽ ചാർജ് ഇല്ലാത്തത് നമുക്കറിയാം. ഓപ്ഷൻ സി ന്യൂട്രോൺ ആണ് ചാർജ് ഇല്ലാത്തത്. ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്. അടുത്ത ചോദ്യം, വിച്ച് പാർട്ടിക്കിൾ മൂവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ആൻഡ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഏത് പാർട്ടിക്കിളാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇലക്ട്രോൺ, ഓപ്ഷൻ ബി പ്രോട്ടോൺസ്, ഓപ്ഷൻ സി പോസിട്രോൺസ്, ഓപ്ഷൻ ബി ന്യൂട്രോൺസ്. ഇതിന് ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് ചാർജ്. അടുത്ത ചോദ്യം, പ്രോട്ടോൺ ഈസ്. പ്രോട്ടോണ് ഓപ്ഷൻ എ ന്യൂട്രൽ, ഓപ്ഷൻ ബി പോസിറ്റീവ്ലി ചാർജ്ഡ്, ഓപ്ഷൻ സി നെഗറ്റീവ്ലി ചാർജ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ ബി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അടുത്ത ചോദ്യം, ഇലക്ട്രോൺ വാസ് ഡിസ്കവേർഡ് ബൈ. ഓപ്ഷൻ എ ജെ തോംസൺ, ഓപ്ഷൻ ബി റുദർഫോർഡ്, ഓപ്ഷൻ സി ഇ ഗോൾസ്റ്റീൻ, ഓപ്ഷൻ ഡി ചാഡ്വിക്. ഇതിന് ഉത്തരം ഓപ്ഷൻ എ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ന്യൂട്രോൺ വാസ് ഡിസ്കവേർഡ് ബൈ. ന്യൂട്രോൺ ആരാണ് കണ്ടെത്തിയത്? ഇതിനുത്തരം ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഓപ്ഷൻ എ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ഡാൾട്ടൺ, ഓപ്ഷൻ ബി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഗോൾസ്റ്റീൻ, ഓപ്ഷൻ സി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്, ഓപ്ഷൻ ഡി ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ്. സോ ഇതിൽ തെറ്റായിട്ടുള്ളത് ഇലക്ട്രോൺ കണ്ടെത്തിയത് ഡാൾട്ടൺ ആണ്. ഇതാണ് ഇതിൽ തെറ്റ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ്. ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇതിന് ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആണ്. അടുത്ത ചോദ്യം, ന്യൂക്ലിയോൺസ് ആർ. ഓപ്ഷൻ എ പാർട്ടിക്കിൾസ് ഫൗണ്ട് ഇൻ ആൻ ആറ്റം, ഓപ്ഷൻ ബി പാർട്ടിക്കിൾസ് ഫൗണ്ട് ഓർബിറ്റിംഗ് അറൗണ്ട് ന്യൂക്ലിയസ്, ഓപ്ഷൻ സി ന്യൂക്ലിയൈ വെൻ പ്രസൻറ്റ് ഔട്ട്സൈഡ് ആറ്റംസ്, ഓപ്ഷൻ ഡി പാർട്ടിക്കിൾ ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്. സോ ഇതിനുത്തരം ഓപ്ഷൻ ഡി പാർട്ടിക്കിൾ ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേം ഫോർ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. സോ അതിനാൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ന്യൂക്ലിയോൺ. താഴെ തന്നിരിക്കുന്നത് ന്യൂക്ലിയോണിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി ഇലക്ട്രോൺ, ഓപ്ഷൻ ഡി all of the above are the part of nucleons. ഇതിനുത്തരം ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ്. അടുത്ത ചോദ്യം, the positively charged part of the center of an atom is called. ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ഇലക്ട്രോൺ, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ഡി ന്യൂക്ലിയസ്. ഇതിനുത്തരം ഓപ്ഷൻ ഡി ന്യൂക്ലിയസ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ ന്യൂട്രോൺസ്. താഴെ തന്നിരിക്കുന്നതിൽ ന്യൂട്രോൺസ് ഇല്ലാത്തത് ഏത് എലമെൻ്റ് ആണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി കോപ്പർ. ഇതിനുത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ന്യൂക്ലിയോൺസ്. ഓപ്ഷൻ എ ഇലക്ട്രോൺസ്, ഓപ്ഷൻ ബി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺസ്. ഇതിനുത്തരം ഓപ്ഷൻ ബി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. അടുത്ത ചോദ്യം, റുദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിസ്കവറി ഓഫ്. റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്തിൻ്റെ ഡിസ്കവറിക്കാണ് കാരണമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആറ്റോമിക് ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി ഇലക്ട്രോൺ, ഓപ്ഷൻ സി പ്രോട്ടോൺ, ഓപ്ഷൻ ഡി ന്യൂട്രോൺ. സോ ഇതിനുത്തരം ഓപ്ഷൻ എ ആറ്റോമിക് ന്യൂക്ലിയസ് ആണ്. അടുത്ത ചോദ്യം,
Goldfoil experiment of determines structure of atom was given by option A Dalton, option B Thomson, option C Rutherford, option D Bohr. അപ്പോൾ ഇത് കണ്ടെത്തിയത് ഓപ്ഷൻ സി റൂദർഫോർഡ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് മെറ്റൽ വാസ് ബോംബാർഡഡ് വിത്ത് ആൽഫ റേസ് ഇൻ റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ്? റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റിൽ ഏത് മെറ്റലുമായിട്ടാണ് ആൽഫ റേ കൂട്ടിയിടിച്ചതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി സിൽവർ, ഓപ്ഷൻ സി ഗോൾഡ്, ഓപ്ഷൻ ഡി അയൺ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഗോൾഡ് ആണ്. അടുത്ത ചോദ്യം, റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് പ്രൂവ്ഡ് ദ പ്രസൻസ് ഓഫ് ഓപ്ഷൻ എ ആറ്റംസ് ഇൻ ഓൾ മാറ്റർ, ഓപ്ഷൻ ബി ഇലക്ട്രോൺസ് ഇൻ ആറ്റംസ്, ഓപ്ഷൻ സി ന്യൂട്രോൺസ് ഇൻ ആറ്റംസ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയസ് ഇൻ ആറ്റം. ഇതിനുത്തരം ഓപ്ഷൻ ഡി ന്യൂക്ലിയസ് ഇൻ ആറ്റം ആണ്. അടുത്ത ചോദ്യം, റൂദർഫോർഡ് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം, ഓപ്ഷൻ ബി സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിനുത്തരം അതായത് ഈ റൂദർഫോർഡ് മോഡൽ ആറ്റം ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റത്തെക്കുറിച്ചിട്ടും സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റത്തെക്കുറിച്ചിട്ടും പറഞ്ഞിട്ടില്ല. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ട് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് ഈക്വൽ ടു. മാസ് നമ്പർ എന്തിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, ഓപ്ഷൻ ബി ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഓപ്ഷൻ സി ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ ഡി ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ്. സോ നമുക്കറിയാം ടോട്ടൽ മാസ് നമ്പർ ഈക്വൽ ആവുന്നത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. സോ അതിനുത്തരം ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടിയതാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, isotopes of an element have option A the same physical properties, option B different chemical properties, option C different number of neutrons, option D different atomic numbers. ഇതിന് ഉത്തരം ഓപ്ഷൻ സി ഡിഫറെൻ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ? താഴെ തന്നിരിക്കുന്നത് ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ എ ട്രിഷ്യം, ഓപ്ഷൻ ബി ആൽഫ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി പ്ലൂട്ടോണിയം. ഓപ്ഷൻ എ ട്രിഷ്യം ആണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. ആറ്റംസ് വിത്ത് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പർ ആർ കോൾഡ്. ഓപ്ഷൻ എ ഐസോട്ടോപ്പ്, ഓപ്ഷൻ ബി ഐസോബാർ, ഓപ്ഷൻ സി ഐസോകോർസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആറ്റത്തിന് സെയിം മാസ് നമ്പറും ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പറും ഉള്ളതിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ബി ഐസോബാർ എന്നാണ്. അടുത്ത ചോദ്യം, ദ ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഈസ് 6 ആൻഡ് ഇറ്റ്സ് ആറ്റോമിക് മാസ് ഇൻ 12. ഹൗ മെനി പ്രോട്ടോൺസ് ആർ ദെയർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് കാർബൺ? ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പം അതിൻ്റെ മാസ് 12 ആണ്. അങ്ങനെയെങ്കിൽ അതിലുണ്ടാവുന്ന പ്രോട്ടോണുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 6 തന്നെയാണ് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർബൺ 14 6 ആൻഡ് നൈട്രജൻ 14 7 ആർ ദ എക്സാമ്പിൾസ് ഓഫ്. ഓപ്ഷൻ എ ഐസോബാർ, ഓപ്ഷൻ ബി ഐസോടോപ്സ്, ഓപ്ഷൻ സി ഐസോട്ടോൺസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഇതിന് ഉത്തരം ഓപ്ഷൻ എ ഐസോബാർസ് ആണ്. അടുത്ത ചോദ്യം, കാർബൺ 12 6, കാർബൺ 13 6, കാർബൺ 14 6 ആൻഡ് ക്ലോറിൻ 35 17, ക്ലോറിൻ 37 17 are the examples of option A isotopes, option B isobar, option C isotopes and isobars respectively, option D isobars and isotope respectively. അപ്പം ഇവിടെ തന്നിരിക്കുന്നതിലൊക്കെ
നമുക്കറിയാം മുകളിൽ മാസ് നമ്പർ എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ് ആണ്. ആറ്റോമിക് നമ്പർ സെയിം ആണ്. ഇവിടെ 666 ആണ്, 17 ആണ്. പക്ഷെ ഇവിടെ മാസ് നമ്പറിൽ 12, 13, 14, 35, 37 എന്നിങ്ങനെയാണ്. സോ ഇതിനുത്തരം ഓപ്ഷൻ എ ഐസോടോപ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഐസോട്ടോൺസ് ഹാവ് സെയിം നമ്പർ ഓഫ് ഓപ്ഷൻ എ ഇലക്ട്രോൺസ്, ഓപ്ഷൻ ബി പ്രോട്ടോൺസ്, ഓപ്ഷൻ സി പോസിട്രോൺസ്, ഓപ്ഷൻ ഡി ന്യൂട്രോൺസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പം നമുക്ക് സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ അറിയണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. 2441 ആണ്. അപ്പോൾ ഇതൊരിക്കലും വരില്ല. 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് വരേണ്ടത് 8 ആണ്. സോ 2881 ഉണ്ട്, അടുത്തത് 2881 ഉണ്ട്, ദെൻ 2261 ഉണ്ട്. അപ്പോൾ ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ്, 281 ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ? താഴെ തന്നിരിക്കുന്നത് കോപ്പറിൻ്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 2, 8, 18, 1 അത് വരാം. അടുത്തത് 2, 8, 10 ഇത് വരില്ല, ബി ഓപ്ഷൻ വരില്ല. അടുത്തത് 2, 8, 8, 2, 1 വരില്ല. ഓപ്ഷൻ ഡി 2, 8, 13, 1 ഇതും വരില്ല. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 2, 8, 18, 1.